ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു കേക്കായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അത് നമുക്ക് എൻ്റെ ഡെക്കറേഷനും അതിൻ്റെ ഫൈനൽ കോട്ടൊക്കെ കൊടുക്കുന്നതും പിന്നെ ഞാൻ കുറച്ച് ഫോണ്ടൻ്റ് വർക്കും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മേളിലിരിക്കുന്നതിൻ്റെ ആ ഒരു ഹാർട്ട് ഷേപ്പിൽ നമ്മളത് കുക്കീസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹാർട്ട് ഷേപ്പിൽ അപ്പോൾ അതെല്ലാം നമുക്കിതിനകത്ത് കാണാം. ഞാനതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഫൈനൽ കോട്ട്, ഇതിപ്പോൾ 1.5 കിലോ വെയിറ്റ് വരുന്ന വൈറ്റ് ഫോറസ്റ്റാണ്. അപ്പോൾ അത് ടോളായിട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ ഫൈനൽ കോട്ട് കൊടുത്ത് സെറ്റാക്കി വെക്കുക. ക്രം കോട്ട് ചെയ്ത് കുറച്ചധികം സമയം വെച്ചിട്ടാണ് ഫൈനൽ കോട്ട് കൊടുത്തത്. അപ്പോൾ ഇത് കുറച്ച് വിട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് ടോളായിട്ടല്ല. അപ്പോൾ അതിനകത്ത് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ പിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. റെഡ് ആൻഡ് വൈറ്റ് കളർ തീമിൽ ചെറിയൊരു ടൂത്ത് പിക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിട്ട് കൂടുമ്പോഴേക്കും അത്രയും ഹൈറ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ടാണ്. പിന്നെ നമുക്കിതിൻ്റെ ഫോണ്ടൻ്റ് വർക്ക്, ഞാനിതൊരു റോസ് ഫ്ലവർ ഇതിനകത്ത് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്ത് വെച്ചതാണ്. കേക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആദ്യം തന്നെ ഒരു ഫ്ലവർ ചെയ്ത് വെച്ചപ്പോൾ നന്നായിട്ട് ഹാർഡായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ രാവിലെ കിട്ടിയ ഓർഡറാണ്, ഇപ്പോൾ രാത്രിയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് ഫസ്റ്റ് തന്നെ ചെയ്ത് വെച്ചാൽ നല്ല ഹാർഡായിട്ട് നമുക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ. അപ്പോൾ ഒരു കുറച്ച് തിക്കായിട്ട് നമ്മളതിൻ്റെ പെറ്റൽസൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്യുക. ഒരുപാട് തിന്നായി പോകണ്ട. അപ്പോൾ നന്നായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും അതിൻ്റെ ആ ഒരു പെറ്റൽസൊക്കെ. ഇതേപോലെ തന്നെ ഗ്ലൂ കൊണ്ട്, അതായത് വെള്ളം കൊണ്ടിട്ട് നമ്മൾ ടച്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വെള്ളം അല്ലെങ്കിൽ ആ ഒരു കുറച്ച് CMC എടുത്ത് നമുക്ക് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ അത് വെള്ളമായാലും മതി, നന്നായിട്ട് അത് ഒട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് അത് ഫസ്റ്റ് തന്നെ ഒരു ടൂത്ത് പിക്കിൽ അത് സെറ്റ് ചെയ്ത് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ റെഡ് ഗനാഷ് വൈറ്റിൽ നല്ല ഡാർക്ക് റെഡ് ഇട്ടിട്ട് ഇതേപോലെ സൈഡിൽ മാത്രം ഒരു ഡ്രിപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ഒരു ഇങ്ങനെ പരത്തുന്ന രീതിയിൽ അങ്ങനെയാണ് ഫോട്ടോയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ കുക്കീസ് നമ്മൾ ചെയ്തെടുക്കുകയും ചെയ്തത്. ഹാർട്ട് ഷേപ്പിൻ്റെ ആ ഒരു കട്ടറിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കുക്കീസ് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ ബാക്കി തരുന്ന കുറച്ച് കുക്കീസ് അത് ക്രംസ് ആക്കിയിട്ട് ഇതേപോലെ താഴെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല അടിപൊളി ലുക്കായിരുന്നു. കുറച്ച് ഹാർട്ട് ഷേപ്പും ഫോണ്ടിൻ്റെ തന്നെ കട്ട് ചെയ്ത് സൈഡിലൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തു. പിന്നെ മുകളിൽ ഇതിൻ്റെ ഹാർട്ട് ഷേപ്പും വെച്ച് കൊടുത്ത് കുറച്ച് നോസിൽ വർക്കും ചെയ്ത് കുറേ അതിൻ്റെ ക്രംസ് തന്നെ മേളിലും കുറച്ചധികം ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളുടെ ഫ്ലവറും, ഇപ്പോൾ നമ്മളിത് കുക്കീസ് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാനുള്ള കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതൊരുപാട് അങ്ങോട്ട് തണുത്തൊന്നും പോകുന്നില്ല. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് നമ്മൾ കുക്കീസ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കീസ് ഫസ്റ്റ് നമ്മൾ കുറച്ചും കൂടി ഒരു 5 മിനിറ്റ് നമ്മൾ ഓവനിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മിനിറ്റും കൂടി കൂടുതലൊന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഹാർഡായിട്ടിരുന്നോളും. ഒരുപാട് ഹാർഡാവണ്ട. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ഒടിഞ്ഞു പോവുകയൊന്നും ചെയ്യുകയില്ല, തളർന്നു പോവുകയും അങ്ങനെ തണുത്ത് പോവുകയൊന്നും ചെയ്യില്ല. ഇതേപോലെ തന്നെ പേരും എഴുതി വെച്ചു. പിന്നെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആ ഒരു ഫ്ലവർ, അടിപൊളി ലുക്കായിരുന്നു കാണാനായിട്ട് ഫ്ലവർ വെച്ചപ്പോഴേക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ഒരു ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ ഫീഡ്ബാക്ക് നല്ലൊരു ഫീഡ്ബാക്കാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.